இனிமே உன்ன என் கண்ண போல பார்த்துக்க போறேன். കൊള്ളാവോ മൈക്രോഫോൺ? യെസ്, നോയ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള VS104 മൈക്രോഫോൺ ടെസ്റ്റ് ആണ് ഇപ്പൊ കേട്ടത്. മാൻ, ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, നോയ്സ് വല്ലാണ്ട് അങ്ങ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതായത് രണ്ട് രീതിക്കാണ് ഇവരുടെ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഒന്നാമത്തേത് പ്രൈസ് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ ക്വാളിറ്റി നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഈ VS104 ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ഈ കുഞ്ഞ് ഉപയോഗിച്ച ഡവ് സോപ്പ് പോലെ ഇരിക്കുന്ന ഈ സാധനം, ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 999 റുപ്പീസാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, 999 റുപ്പീസിൻ്റെ പ്രൈസ് പോയിന്റിൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കൂ. ഇതേ ഒരു മാറ്റ് ഫിനിഷ്, മാറ്റ് വൈറ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിനൊരു ബ്ലൂ കളറും ഉണ്ട്, ബ്ലാക്ക് കളറും ഉണ്ട്. ഓക്കെ ഗൈസ്, എങ്ങനെയാണ് നല്ലൊരു ട്രൂ വയർലെസ് ഇയർഫോൺ സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു. അത് കണ്ടിട്ടുള്ളവർക്ക് അതിൽ ഞാൻ കൃത്യമായിട്ട് ഏതാണ് ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് വെർഷൻ എന്ന് മെൻഷൻ ചെയ്തായിരുന്നു. ഏതാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല എങ്കിൽ ഈ നോയ്സിൻ്റെ VS104 എന്ന് പറഞ്ഞ ട്രൂ വയർലെസ് ഇയർഫോണിൻ്റെ പെട്ടിയുടെ പുറകിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ബ്ലൂടൂത്ത് 5.3. ഗൈസ്, ആണ് ഞാൻ പറഞ്ഞത്. പ്രൈസ് പോയിന്റ് എന്ന് ആലോചിച്ച് നോക്കൂ, 999 റുപ്പീസ്. ബ്ലൂടൂത്ത് വെർഷൻ ആണെങ്കിൽ 5.3. ഇനി അത് മാത്രമല്ല, ഞാൻ പറഞ്ഞിരുന്ന ഒരു ട്രൂ വയർലെസ് ഇയർഫോൺ എടുക്കുമ്പോൾ അതിനകത്ത് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ ലഭിക്കുവാണെങ്കിൽ അത്രയും നല്ലതെന്ന്. എഗെയിൻ പെട്ടിക്ക് പുറകിൽ എഴുതിയിട്ടുണ്ട് ഇൻസ്റ്റാ ചാർജ്. ഇനി പെട്ടിയുടെ ബിൽഡ് ക്വാളിറ്റി പറഞ്ഞപ്പോൾ ഇതിനകത്ത് ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പൊതുവെ ട്രൂ വയർലെസ് ഇയർഫോണുകൾ ആൾക്കാർ മേടിക്കുമ്പോൾ ഈ ഷേപ്പിലാണെങ്കിൽ ഒരുപാട് പ്രാവശ്യം തുറന്നടച്ച് ഇതിൻ്റെ ഹിഞ്ചസ് ഒക്കെ കുറച്ച് പൊട്ടിപ്പോകാനോ ലൂസായൊക്കെ പോകാറുണ്ട്. ഇപ്രാവശ്യം അവർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഹിഞ്ചും മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരു പ്രത്യേക ഒരു എക്സ്ട്രാ കോമ്പണൻറ്റ് വെച്ചിട്ടാണ് ഹിഞ്ച് വെച്ചിരിക്കുന്നത്. എഗെയിൻ ഇംപ്രൂവ്മെൻറ്റ്. ഈ ഒരു 999 റുപ്പീസിൻ്റെ ട്രൂ വയർലെസ് ഇയർഫോൺസ് നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണുമായിട്ട് പെയർ ആവുന്നു എന്ന് മാത്രമല്ല, ഇത് ചെവിയിൽ വെക്കുമ്പോൾ ഇപ്രാവശ്യം പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. എന്താ പറയുക, നോർമലി ഒരു ചൈനീസ് ഇയർഫോൺസിലൊക്കെ കേൾക്കുന്ന രീതിയിൽ നിന്നൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് വരുത്തിയിട്ടുണ്ട്. പിന്നെ ടച്ച് കൺട്രോൾസ് ഉള്ള ട്രൂ വയർലെസ് ഇയർഫോൺസിലെ വേറൊരു പ്രശ്നമാണ്, എവിടെയാണ് ടച്ച് കൺട്രോൾ എന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവാറുണ്ട്. മുകളിലാണോ, താഴെയാണോ, സൈഡിലാണോ, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇപ്രാവശ്യം എന്ത് ചെയ്യുന്നു വെച്ചാൽ ടച്ച് കൺട്രോൾസ് ഉള്ള സ്ഥലം മാത്രം ഫ്ലാറ്റ് ആക്കി തന്നിട്ടുണ്ട്. ആൻഡ് താഴെ ടച്ച് കൺട്രോൾ ഇല്ലാത്ത സ്ഥലം കുറച്ചുകൂടെ കേർവ്ഡ് ആയി തന്നിട്ടുണ്ട്. സോ നമ്മൾ ചെവിയിൽ വെച്ചിട്ട് ഇങ്ങനെ തട്ടുന്ന സമയത്ത് ഇവിടെയാണോ എന്നുള്ള സംശയവും മാറി കിട്ടും. അതുപോലെ ട്രൂ വയർലെസ് ഇയർഫോണിന്റെ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു, പൊതുവെ ടച്ച് കൺട്രോൾസ് വരുന്ന സമയത്ത് അറിയാതെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ കോൾ കട്ടായി പോകുന്നു, അല്ലെങ്കിൽ അറിയാതെ തൊട്ട് കഴിഞ്ഞാൽ പാട്ട് നിന്ന് പോകുന്നു, പ്ലേ പോസ് ആവുന്നു. ആ ഒരു കാര്യവും ഇതിനകത്ത് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. എങ്ങനെയാണ്, ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലാണെങ്കിൽ വോളിയം കൂടും, ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ വോളിയം കുറയും, 2 പ്രാവശ്യം ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പ്ലേ പോസ് ആവുന്നത്. എഗെയിൻ ഇംപ്രൂവ്മെന്റ്. ഇനി അടുത്ത പ്രശ്നം ഞാൻ പറയാം, ആ വീഡിയോയുടെ പിൻഡ് കമന്റിൽ ഞാൻ വേറൊരു വീഡിയോയുടെ ലിങ്ക് ഇട്ടിട്ടുണ്ടായി. അതിനകത്ത് വിശദമായിട്ട് എങ്ങനെയാണ് നമുക്ക് ശബ്ദം കേൾക്കാതെ തന്നെ ഇയർഫോണിന്റെ ഓഡിയോ ക്വാളിറ്റി ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നു. കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും അതിൽ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞായിരുന്നു, ഡ്രൈവർ സൈസ് എന്ന് പറഞ്ഞാൽ ഈ ഇയർഫോണിൻ്റെ അകത്തൊക്കെ ഒരു ചെറിയ വട്ടത്തിലുള്ള സ്പീക്കർ ഉണ്ട്, ചെറുത്. അതിനെയാണ് ഡ്രൈവർ എന്ന് പറയുന്നത്. ആ ഡ്രൈവറിൻ്റെ വട്ടം എത്രത്തോളം വലുതാവുന്നു അത്രത്തോളം കൂടുതൽ ബേസ് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും, അത്രത്തോളം നല്ല സൗണ്ട് ആയിരിക്കും. ആൻഡ് എയറിന് കുറച്ചുകൂടെ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് ഈ 999 റുപ്പീസിൻ്റെ സാധനത്തിനകത്ത് 13 മില്ലിമീറ്ററിൻ്റെ ഡ്രൈവറാണ് കൊടുത്തിരിക്കുന്നത്. സത്യം പറയാലോ, ഞാൻ ഇയർഫോൺസ് എടുത്തു, പെയർ ചെയ്തു, കണക്ട് ചെയ്തു, ചെവിയിൽ വെച്ച് പാട്ട് കേട്ടപ്പോൾ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ബേസാണ്. ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രൊഡക്റ്റ് ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെവിയിൽ വെച്ച് ഇത് കേട്ട് കഴിഞ്ഞിട്ട് വീഡിയോയുടെ താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ, ഈ പറഞ്ഞ പോലെ അത്ര കിടലിനായിട്ടുള്ള ബേസ് ഉണ്ടോ ഇല്ലയോ എന്ന്. കിഡു ബേസാണ്. ഇന്നേ വരെ VS സീരീസിൽ, പ്രത്യേകിച്ച് VS എന്ന് പറഞ്ഞ സീരീസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ബെസ്റ്റ് സൗണ്ട് സിഗ്നേച്ചർ തരുന്നൊരു ഡിവൈസായിട്ടാണ് VS104 മാറിയിരിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ. നീ അങ്ങനെ വീഡിയോ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്, അത് ഫുള്ള് പെയ്ഡ് പ്രൊമോഷനാണ്, നോക്ക് പൊക്കി മാത്രമേ പറയുന്നുള്ളൂ. കഷ്ടം. എനിക്കറിയാം ഇങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നവന്മാരുണ്ട്, തെറ്റില്ല. കാരണം നമ്മൾ ഇത്രയും നേരം പറഞ്ഞൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. ഇതിനകത്ത് കുറച്ച് ഡ്രോബാക്കുകളും ഉണ്ട്. പക്ഷേ ഈ നല്ല കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ട പ്രധാന കാരണം പ്രൈസ് പോയിൻ്റാണ്. 999 എന്ന് പറഞ്ഞ പ്രൈസ് പോയിന്റിൽ എന്നെ ഞെട്ടിച്ച കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഇതിനകത്ത് കുറവുകളായിട്ട് ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇതിനകത്ത് ഗെയിമിംഗ് മോഡ് ലഭിക്കുന്നില്ല. സോ ഗെയിമേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗെയിമിംഗ് മോഡിൻ്റെ ഒരു അവൈലബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഗെയിമിംഗ് മോഡ് ലഭിക്കുന്നില്ല. രണ്ടാമത്തത് ഈ വൈറ്റ് കേസ് ഉണ്ടല്ലോ, ഈ വൈറ്റ് കേസ് എന്ന് പറയുന്നത് മാറ്റ് ഫിനിഷാണ്. നിങ്ങളിത് ഉപയോഗിച്ച് ഏകദേശം 1-2 മാസം കഴിയുമ്പോഴേക്കും മാറ്റ് ഫിനിഷ് ഒക്കെ അഴുക്കാവും, സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പിന്നെ മൂന്നാമത്തത് ഇതിൻ്റെ ഡിസൈൻ ഉണ്ടല്ലോ, ഇത് നോർമലി നമ്മളിങ്ങനെ പുറത്തെടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ തുറന്ന് പുറത്തെടുക്കുമ്പോൾ നമ്മുടെ കൈ ചെറുതായിട്ട് ഇങ്ങനെ മുകളിൽ തട്ടും. അത് ലേശം ബുദ്ധിമുട്ടായിട്ട് ചില ആൾക്കാർക്ക് തോന്നാവുന്നതാണ്. അതും ചെറിയൊരു എന്താ പറയുക
ഇൻകൺവീനിയൻസ് ഇടയ്ക്ക്. ആൻഡ് ബോക്സിനകത്ത് പതിവ് പോലെ എല്ലാ നോയ്സ് ഇയർഫോൺസിൻ്റെയും കൂടെയുള്ള സ്റ്റിക്കേഴ്സ്, അതേപോലെ വാറൻറ്റി കാർഡ്, യൂസർ മാനുവൽ, USB കേബിൾ, ഇയർ ടിപ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ കംഫർട്ടിൻ്റെ കാര്യത്തിലായാലും ഇതിൻ്റെ ഡിസൈൻ വളരെ നല്ല ഡിസൈനാണ്. ചെവിയിൽ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്, ചെവിയിൽ നിന്ന് ഊരി പോകുന്നൊന്നുമില്ല. അതുകൊണ്ട് കംഫർട്ടിൻ്റെ കാര്യത്തിലും യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഞാൻ ആ വീഡിയോയിൽ IP റേറ്റിംഗ് ഉണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇതിനകത്ത് IP റേറ്റിംഗ് ഉണ്ട്. IPX5 ആണ്. IPX5 എന്ന് പറയുമ്പോൾ ഡസ്റ്റ് റെസിസ്റ്റൻസ് ഇല്ല, ഒരു പരിധി വരെ വാട്ടർ റെസിസ്റ്റൻസ് ഉള്ളൂ. അതുകൊണ്ട് എടുത്ത് മുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പണി പാളും. ഇനി ഇതൊക്കെ പോട്ടെ, എത്ര നേരം ബാറ്ററി നിൽക്കും? ഇതിൻ്റെ ടോട്ടൽ പ്ലേ ബാക്ക് ടൈം അവർ പറയുന്നത് 30 മണിക്കൂറാണ്. സോ 30 മണിക്കൂറാണെങ്കിലും ഇത് ഒരു ഫുൾ ചാർജിൽ കണ്ടിന്യൂസ്ലി നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ 5 മണിക്കൂറാണ് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. സോ 30 മണിക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 6 പ്രാവശ്യം നിങ്ങൾക്ക് കേസ് ഒരു വട്ടം ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 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 വെച്ച് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. വേറൊരു കാര്യം ഞാൻ പലപ്പോഴും കമൻറ്റ് സെക്ഷനിൽ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ, ഇയർഫോൺസ്, ട്രൂ വയർലെസ് ഇയർഫോൺസ് ഒക്കെ ആദ്യമായിട്ട് മേടിക്കുന്നവർ, അവരൊക്കെ ഈ ഒരു ലോ പ്രൈസ് പോയിന്റിലായിരിക്കും മേടിക്കുന്നത്. അവർ ചോദിക്കാറുണ്ട്, ബ്രോ ഇയർഫോൺസ് നമ്മൾ കേസിൽ നിന്നും പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് ആണോ ചാർജ് ചെയ്യേണ്ടത്, അല്ല ഇതകത്ത് വെച്ച് ചാർജ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നം വരുമെന്ന്? യാതൊരു പ്രശ്നവുമില്ല. എങ്ങനെയാണോ നിങ്ങൾക്ക് പാക്കേജിൽ വന്നിരിക്കുന്നത്, അതായത് 2 അകത്ത് ഇങ്ങനെ തന്നെ വെച്ച് നിങ്ങൾക്ക് ചാർജ് ചെയ്യാം, യാതൊരു പ്രശ്നമില്ല. ആൻഡ് ഹൈപ്പർ ചാർജ് എന്ന് പറഞ്ഞാൽ ഇത് 10 മിനിറ്റ് ചാർജ് ചെയ്യുന്ന ഏകദേശം 150 മിനിറ്റിൻ്റെ പ്ലേ ബാക്ക് ടൈം കിട്ടുമെന്നാണ് പറയുന്നത്. 150 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു 2 മണിക്കൂർ എക്സ്പെക്ട് ചെയ്തു. പിന്നെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞേക്കാം, ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രൈസാണ് 999 റുപ്പീസ്. പിന്നീട് അത് ചിലപ്പോൾ 1399 ആവാം, 1499 ആവാം, കൂടാം. അങ്ങനെ കൂടിയിരിക്കുന്ന കണ്ടീഷൻ ആണെങ്കിൽ NXSARTH8 എന്ന് പറഞ്ഞ ഈ ഒരു കോഡ് ഉപയോഗിക്കുക. ഈ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കുറഞ്ഞ് കിട്ടും പ്രൈസ്. ആൻഡ് 999 പോലും ഈ കോഡ് ഉപയോഗിച്ച് ഏകദേശം ഒരു 895 ആ ഒരു റേഞ്ചിൽ കിട്ടും. സോ ഡെഫിനറ്റ്ലി പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ഗോനോയ്സിൻ്റെ വെബ്സൈറ്റിലാണ് ഈ കോഡ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.